ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു മത്തനെ കൊണ്ടൊരു മധുരമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം മത്തൻ നല്ലോണം പഴുത്ത മത്തനാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് ഒറ്റൊരു വിസിലിട്ട് വേവിക്കുകയാണ് കേട്ടോ. ഒരു വിസിൽ വരുമ്പോൾ തന്നെ അത് നല്ലോണം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങയാണ് വേണ്ടത്. ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ ഞാൻ ശർക്കര മെൽറ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ് വറുത്തെടുത്തിട്ടുള്ളത്. അതും പൊടിയാക്കി വെക്കണം. പിന്നെ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൻ്റെ ഈ ചിരകി വെച്ച തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഈ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര പാനി ഉണ്ടല്ലോ, അത് അരിച്ചെടുത്ത് വെച്ചതാണ്. അപ്പോൾ കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, ഫുള്ളായിട്ട് ഒഴിച്ചിട്ടില്ല. പിന്നെ വേണമെങ്കിൽ മധുരം നോക്കിയിട്ട് ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതും നന്നായിട്ട് പിന്നെ തിളക്കുന്ന സമയത്ത് ഈ വേവിച്ച് വെച്ച മത്തനും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഏലക്കായൻ്റെ പൊടിയും അതേപോലെ തന്നെ വറുത്ത് വെച്ചിട്ടുള്ള അരി പൊടിച്ചതുണ്ട് കേട്ടോ. അതും ഒന്ന് പച്ചരി പൊടിക്കരുത്, പുഴുങ്ങലരിയാണ് വേണ്ടത്. അതും പൊടിച്ചിട്ട് കുറച്ചൊരു തരിതരിയുള്ള രൂപത്തിൽ പൊടിച്ചെടുത്തതാണ്. എന്നിട്ട് അതും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവസാനം കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറവിടണമെങ്കിൽ ചെയ്യാം. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല, ഏലക്കായൻ്റെ ടേസ്റ്റ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കുറേ കല്യാണത്തിനൊക്കെ മുൻപിലൊരു പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇതായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല പഴുത്ത മത്തൻ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ഇതേപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയണം കേട്ടോ. പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതാക്കിയിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ ഫുള്ള് വറ്റിച്ചെടുക്കുകയാണ്. മത്തൻ വിളയിച്ചതെന്നോ മത്തൻ വരട്ടിയതെന്നോ ഒക്കെ പറയാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.